അവന്റെ പേര് ഷറഫ് അലി എന്നാണ്. അവൻ കാസർഗോഡുകാരനാണ്. അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം. അപ്പൊ ഒരു 6 മാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട്. കാരണം എന്നെ സപ്പോർട്ടായിട്ട് 6 മാസത്തോളം ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് അത് ഇട്ടത്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പുതിയ കഥകളുമായി ഷാജിദ ഷാജി വീണ്ടും വരികയാണ് സുഹൃത്തുക്കളെ. 2 ദിവസം മുമ്പ് നമ്മൾ ഷാജിദയുടെ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഷാജിദ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു പുതിയ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. കല്യാണത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ഇന്റർവ്യൂവിൽ തുറന്നു പറയുന്നുണ്ട്. ആ ഒരു ഇന്റർവ്യൂ ഇപ്പോൾ ജാങ്കോ സ്പേസ് TV എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിട്ടുണ്ട്. ഓരോ വീഡിയോയിലും ഓരോ പുതിയ കഥയുമായി വരുന്ന ഷാജിദ ഷാജി ഈ ഇന്റർവ്യൂവിൽ പറയാൻ പോകുന്ന കഥ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. 2ാം വിവാഹം ഒന്നും കഴിക്കുന്നത് ഒരു തെറ്റല്ല, പക്ഷേ ഷാജിദ അത് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേനും അത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ട്. ആര് പ്രശ്നമാക്കി എന്നാണ് ഈ പറയുന്നത്? കൂടുതൽ പേരും ഷാജിദയുടെ സെക്കൻഡ് മാരേജിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. നിങ്ങൾ 2ാം വിവാഹം ചെയ്തതും ചെയ്യാത്തതും ഒന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. ഭർത്താവ് മരിച്ചതിന് ശേഷം ഓൾറെഡി റൌഫ് എന്ന് പറയുന്ന പയ്യനോട് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ് മെഹറിനുള്ള പൈസ നിങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഷറഫ് അലി എന്ന് പറയുന്ന മറ്റൊരു പയ്യനുമായി കറങ്ങുന്ന വീഡിയോസും ഫോട്ടോസും ഒക്കെ പുറത്തുവിടുന്നു. അങ്ങനെയാണ് ഷാജിദയുടെ 2ാം വിവാഹം ഇത്രയും വിവാദമാകുന്നത്. അതായത് കല്യാണം എന്നുള്ളൊരു നാടക പ്ലാൻ. സത്യം പറഞ്ഞാൽ ഭയങ്കര പ്രഷർ കയറിയിട്ട് ഞാൻ ചെയിന് ഫസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെയിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ കുറെ കമന്റ്സുകൾ കണ്ടു. അപ്പൊ ഞാനൊരു ബസ്സിലിരുന്ന് ഞാൻ ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഞാൻ പെട്ടെന്നൊരു ഷോർട്സ് ഇട്ടു, ഇനി ആരും എന്നെ വിധവ അങ്ങനെ ഇങ്ങനെ എന്നുള്ളത് പറയണ്ട, എന്റെ കല്യാണം കഴിഞ്ഞു, ഓൾറെഡി ഉറപ്പിച്ചു, നിക്കാഹ് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഷോർട്സ് ഇട്ടു. ആഹാ, അത് ശരി. വിധവ എന്നുള്ള വിളിയാട്ടപ്പം പെട്ടെന്ന് പ്രഷർ കയറി പറഞ്ഞു പോയതാണെന്ന് പോലും. കല്യാണം കഴിഞ്ഞ് എന്ന് കൊള്ളാം, പക്ഷേ നേരത്തെ പറഞ്ഞത് കല്യാണാലോചനയുമായി വരുന്നവരുടെ ശല്യം സഹിക്കാനാകാതെ തന്റെ കല്യാണം കഴിഞ്ഞു എന്ന് കള്ളം പറഞ്ഞതാണെന്ന്. നിങ്ങൾ എവിടെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കൂ ഷാജിദ. അവന്റെ പേര് ഷറഫ് അലി എന്നാണ്. അവൻ കാസർഗോഡുകാരനാണ്. അവൻ എനിക്ക് ഈ സോഷ്യൽ മീഡിയ വഴിയാണ് ഫ്രണ്ട് ആയത്. ഇൻസ്റ്റഗ്രാം വഴിയാണ് അവൻ എനിക്ക് പരിചയം. അപ്പൊ ഒരു 6 മാസത്തോളം എനിക്ക് നല്ല പരിചയമുണ്ട്. ഇപ്പൊ ഏകദേശം ഒരു 6 മാസത്തോളം അവൻ നല്ല സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്തിനും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാളിനെ നമ്മൾ ഇങ്ങനെ ഇതാക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആവുമല്ലോ. കാരണം വേറെ ഏതോ ഒരാളിനെ നമ്മൾ എടുത്തിടുന്നതും നമുക്ക് അറിയുന്ന ഒരാളിനെയും പിന്നെ ഇവനായിട്ട് ഞാൻ ഓൾറെഡി വയനാട് കാര്യങ്ങളൊക്കെ പോയതുകൊണ്ട് നമുക്ക് അതിന്റെ വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസും നമ്മുടെ കയ്യിലുണ്ടല്ലോ. അപ്പൊ ആ ഒരു ധൈര്യത്തിലാണ് അത് ഇട്ടത്. പക്ഷെ ഇത്രയ്ക്ക് മോശം കമന്റ്സുകൾ അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഇതാവും. പക്ഷെ ഞാൻ ഒരിക്കലും അവനാണ് എന്റെ കല്യാണം കഴിച്ചത് ഞാൻ ഇവിടെ പറയുന്നില്ല. പറയേണ്ട ആവശ്യമില്ലല്ലോ. താൻ ഷറഫ് അലിയാണ് വിവാഹം കഴിച്ചതെന്ന് എല്ലാവരും കരുതിക്കോട്ടെ എന്ന് വിചാരിച്ച് മിണ്ടാതിരുന്നത് മാത്രമല്ല, ആ ഒരു ഫോട്ടോസും വീഡിയോസും അപ്ലോഡ് ചെയ്തതും ആളുകൾ തന്റെ കല്യാണം കഴിഞ്ഞു എന്ന് വിചാരിച്ചോട്ടെ എന്ന് കരുതിയല്ലേ. ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ ഇതൊരു ഡ്രാമ ആയിരുന്നുള്ളത് ഇപ്പൊ തുറന്നു പറഞ്ഞു. അപ്പൊ എന്തുകൊണ്ടാണ് ആദ്യം ഒരു പേരോ കാര്യങ്ങളോ ഒന്നും വെളിപ്പെടുത്താതിരുന്നത്? കാരണം അവന്റെ ഇമേജ് പോണ്ടെന്ന് പറഞ്ഞിട്ടാണ് വെളിപ്പെടുത്താതിരുന്നത്. കാരണം അവനിക്ക് ഒരു ഇമേജ് ഉണ്ടല്ലോ, അവന്റെ കുടുംബം കാര്യങ്ങൾ ബാക്കിയുള്ളതൊക്കെ ഉണ്ടല്ലോ. ബെസ്റ്റ്. എന്നിട്ടിപ്പം ഷറഫ് അലിയുടെ അവസ്ഥ എന്താ? അവന്റെ ഇമേജ് ഒക്കെ അതുപോലെ അവിടെ തന്നെ ഉണ്ടോ? എല്ലാം വരുത്തി വെച്ചിട്ട് ഇപ്പം വലിയ സംഭവമാക്കി പറയുകയാണ്. അവന്റെ ഇമേജ് പോകണ്ട, കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് പോലും. അവന്റെ കുടുംബത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ പടച്ചവന് മാത്രം അറിയാം. എന്തായാലും ബാക്കി കൂടി പറ. കല്യാണത്തിന്റെ കാര്യത്തിലേക്ക് എത്തിയപ്പോൾ ഇവർക്ക് ഞാൻ കല്യാണം കഴിക്കുന്നത് തെറ്റായി തോന്നി. കല്യാണത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അതൊരു എനിക്ക് നല്ല ആള് വന്നാൽ കല്യാണം കഴിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഇവര് വേറെ അപ്പൊ ഇവരുടെ കമന്റ്സ്, ഇവള് ഈ 5 മക്കളെ ഇട്ടിട്ട് കല്യാണം കഴിക്കാനുള്ള ആ ഒരു ഇതിലായി. അപ്പൊ ഇവരെന്തിനാ അങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? അത് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലൊരു തീരുമാനം എടുത്താൽ അപ്പൊ വേറൊരു ഇങ്ങനത്തെ കമന്റ്സ് വരാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ ചെറിയ ചെക്കനെ കല്യാണം കഴിച്ചു അങ്ങനെയുള്ള കുറച്ച് കമന്റ്സുകൾ വരാൻ തുടങ്ങി. അതാണ് അപ്പത്തത്തില് മാറി മാറിയിട്ട് ഇവര് സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. ഇപ്പൊ ഇവര് എനിക്ക് അഹങ്കാരം ഉണ്ട്, എനിക്ക് പൈസ വരാൻ തുടങ്ങി, ലക്ഷ്യങ്ങൾ വരാൻ തുടങ്ങി. അപ്പൊ അവളുടെ അഹങ്കാരം അവൾ കാണിക്കാൻ തുടങ്ങി. നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മൾ ഇങ്ങനെ ആക്കി തീർത്തത്. അങ്ങനെ പറ. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? എല്ലാം സ്വയം വരുത്തി വെച്ചിട്ട് ഇപ്പൊ കുറ്റം മുഴുവന് സബ്സ്ക്രൈബേഴ്സിന്. നിങ്ങളുടെ സർജറിക്ക് വരെ പൈസ തന്ന് സഹായിച്ച സബ്സ്ക്രൈബേഴ്സിന്റെ തലയിൽ എല്ലാ കുറ്റവും കൊണ്ട് ചാർത്തിക്കണം. എന്റെ വീഡിയോസ് അത്യാവശ്യം പേര് ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത്രയും പേര് എടുത്തിടുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. എടുത്തിട്ടപ്പോൾ കൂടുതൽ പ്രശ്നമായപ്പോൾ അവന്റെ വീട്ടിൽ പ്രശ്നമായി. അങ്ങനെയൊക്കെ കുറച്ച് സീൻസ് ഒക്കെ ആയി. അതുകൊണ്ട്
പിന്നെ പേരും കാര്യങ്ങളെല്ലാം വന്നു, നാളും ഒക്കെ വന്നു. പക്ഷെ ഇപ്പോഴും ചെയ്തത് ശരിയാണെന്ന് ഷാജിദയ്ക്ക് തോന്നുന്നു. കാരണം ചെയ്തത് ശരിയല്ല. ഷാജിദയെക്കാട്ട് ചെറിയൊരു പയ്യനാണ്, ആളുടെ കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. ഡ്രാമയാണ്. ആ ഡ്രാമ എന്ന് പറയുമ്പോഴത്തേന് ആള് കല്യാണം കഴിച്ചിട്ടില്ല. ആൾക്ക് ഇനി ഒരു കല്യാണം വരുമ്പോഴത്തേന് അത് പ്രശ്നമാവും, പിന്നെ ഫാമിലി ഭയങ്കരമായിട്ട് പ്രശ്നമായി. അപ്പൊ ഇതൊക്കെ തെറ്റല്ലേ ഷാജിദ? തെറ്റാണ്. ഓ ഭാഗ്യം, ചെയ്തത് തെറ്റാണെന്നുള്ള ബോധം ഇപ്പോഴെങ്കിലും ഉണ്ടായല്ലോ, അത് തന്നെ നല്ല കാര്യം. പക്ഷേ ഇവിടെ ഷാജിദ പറയുന്നത് എല്ലാവരും കൂടെ തൻ്റെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതിനെ കൊണ്ടാണ് പ്രശ്നം ഇത്രയും വഷളായത് എന്നാണ്. ഇതാണ് പ്രശ്നം. എപ്പോഴാണ് ഷാജിദ തൻ്റെ സ്വന്തം തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്, അപ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ അവസാനം ഉണ്ടാകൂ. പക്ഷേ ഇതിപ്പോ മൊത്തം പൊളിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് തന്നെയല്ലേ മുമ്പോട്ടും നേരിടാൻ. അല്ല, ഇനിയിപ്പോ കല്യാണ ആലോചനയായിട്ട് ആരും വരുന്നില്ല, അത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അപ്പൊ ഇനി രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള ആഗ്രഹമില്ല, അങ്ങനെ ഒരു ഉദ്ദേശം ഇല്ല എനിക്ക്. രണ്ടാമത് കല്യാണം എന്നില്ല. വെറുതെ ആവേശത്തിന്റെ പുറത്ത് ഓരോന്ന് പറയാൻ നിൽക്കേണ്ട ഷാജിദ. നിങ്ങൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നൊന്നും പറയണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് കല്യാണം കഴിച്ചോ, ഇവിടെ ആർക്കും ഒരു കുഴപ്പവുമില്ല. നിങ്ങളാണ് ഈ ഒരു പ്രശ്നം ഇത്രയും വഷളാക്കിയത്. അതിനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തെറ്റുകളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ നല്ലത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി വരുന്നവരേക്കും ബൈ.